ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി ഞാനൊരു വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഒരു പുതുമയില്ലാത്തൊരു കണ്ടൻറ് ഇട്ടിട്ട് കാര്യമില്ല. അതുമല്ല, ഇപ്പോൾ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് നിറയെ വീഡിയോസ് ഇപ്പം യൂട്യൂബിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇട്ടില്ലെങ്കിൽ പിന്നെ അതൊരു സുഖമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ കുറേ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കോഡിങ് ചെയ്ത് ഞാൻ കുറേയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പബ്ലിഷ് ചെയ്തതും പബ്ലിഷ് ചെയ്യാത്തതും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചതായിട്ടുള്ള കുറേ ഇൻഡിക്കേറ്റേഴ്സ്, അതിൻ്റെ സ്ട്രാറ്റജീസ്, ഇൻഡിക്കേറ്റർ മാത്രമല്ല അത് വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്ട്രാറ്റജിയും കൂടി ഉൾപ്പെടുത്തുമ്പം കുറച്ചുകൂടി സിമ്പിളായിരിക്കും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു RSI ബേസിലായിട്ടുള്ള അല്ലെങ്കിൽ RSI ഇൻഡിക്കേറ്റർ തന്നെയാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. RSI നോർമൽ RSI അല്ല, അതിനെ കുറച്ചൊന്ന് ബൈ സെല്ല് ആരോയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പുതുമ. ആദ്യത്തെ ഇൻഡിക്കേറ്ററല്ല അതിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജിയാണ്. ഇത് യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടില്ല സ്ട്രാറ്റജി. ഇതെനിക്ക് തന്നെ തോന്നിയിട്ട് ഉള്ളൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്കത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ RSI ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റം ഇൻഡിക്കേറ്ററാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന് ആക്യുറസി വളരെയധികം കൂടുതലാണ്. അപ്പം വേറൊന്നുമല്ല, മൊമെൻ്റ് എന്ന് പറയുമ്പം പെട്ടെന്നുണ്ടെന്ന് അപ്പ് ഡൗൺ, അതാണ് ഇതിനകത്ത് അതിൻ്റെ ഒരു ആവറേജ് ആയിട്ടൊരു വാല്യൂ ആണ് ഈ ഒരു 0ക്കും 100-നും നമ്മൾ ഈ ഓസിലേറ്ററായിട്ട് കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ട്രേഡ് ചെയ്യാം. പക്ഷേ എനിക്ക് അതിനകത്ത് പ്രിഫർ ആയിട്ടുള്ളതും ഞാൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്തായാലും ആ സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, ഒരു 3 ഇൻഡിക്കേറ്റർ ഞാൻ ഈ ചാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചാർട്ട് EUR/USD 1 hour ചാർട്ടാണ്. ഇതിനകത്ത് ഒരു മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജ്, അതുപോലെ തന്നെ ഒരു RSI ക്ലാസിക്. ഇത് ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും താഴത്ത് കിടക്കുന്നത് ഞാൻ പറഞ്ഞ കസ്റ്റമൈസ്ഡ്. ഈ ക്ലാസിക് RSI വരുന്ന സിഗ്നൽസ് എല്ലാം കുറച്ചൊരു വിഷ്വലി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു താഴത്ത് കാണുന്ന ഇൻഡിക്കേറ്ററിൽ കാണാൻ കഴിയും. ഓക്കെ, നമുക്കിപ്പം ക്ലാസിക് ഇൻഡിക്കേറ്ററിൽ പോയി കഴിഞ്ഞാൽ, സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ RSI ബേസ്ഡ് MA വേണ്ട, പിന്നെ ഈ ഒരു 50 ലെവലും വേണ്ട. പിന്നെ കാണാൻ കഴിയുന്നത് 70-30 ആണ്. ഈ 70 എന്ന് പറയുന്നത് ഈ RSI ലൈൻ 70ൻ്റെ മുകളിലോട്ട് ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രീമായിട്ടുള്ള ഒരു ബൈയിലോട്ട് പോയെന്നാണ് കണക്കാക്കുന്നത് മൊമെൻറ്റം. അതുപോലെ തന്നെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓവർ സോൾഡ്, അത് ഞാൻ പറഞ്ഞില്ലേ, എക്സ്ട്രീമാണ് അതിൻ്റെ. അപ്പോൾ ഈ സെറ്റപ്പ് മാറ്റണ്ട, ഈ കസ്റ്റമൈസ്ഡിലായാലും ഈ നോർമലായാലും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ, ഡിഫോൾട്ട് മെത്തേഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ഒരു പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ നേരെ മുകളിലോട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് പോകുന്നുണ്ട്. അത് ബൈ സിഗ്നൽ, അതായത് ഓവർ സോൾഡ് എക്സ്ട്രീം ആയി കഴിയുമ്പോൾ, അതായത് 30 ഓവർ സോൾഡ് ആയി കഴിയുമ്പോഴേക്കും പ്രൈസ് മുകളിലോട്ട് ടെംപ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേളിൽ നിന്ന് അങ്ങനെ തന്നെ തിരിച്ചും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്കിതിനകത്ത് ഇഷ്ടംപോലെ ഫേൾസ്, അതായത് തെറ്റായിട്ടുള്ള സിഗ്നൽസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ശരിയല്ല നോക്കിക്കഴിഞ്ഞാൽ. അപ്പം കോമൺ ആയിട്ട് ഞാൻ ട്രേഡിങ്ങൊക്കെ തുടങ്ങിയ സമയത്ത് കണ്ടുവരുന്ന സ്ട്രാറ്റജിയാണ് ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ മേളിൽ കിട്ടുന്ന ഓരോ ബൈയും അതുപോലെ താഴത്ത് കിട്ടുന്ന ഓരോ സെല്ലും ട്രേഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് അത്ര പ്രാവർത്തികമല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നാമത്തെ കേസ് സിഗ്നൽസ് വളരെ കുറവായിരിക്കും. നമ്മൾ ഈ 1 hourലൊക്കെ ഇട്ട് ചെയ്യുമ്പോഴേക്കും അത് വളരെ കുറവായിട്ടേ നമുക്ക് ആ സിഗ്നൽസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ 5-15 മിനിറ്റിലൊന്നും ഫോറക്സിൽ അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അല്ല ഞാൻ പറയാൻ വരുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു കോർ, ഇത് തന്നെയാണ്. പക്ഷേ ഇതല്ല ഉദ്ദേശിക്കുന്നത് സെയിമായിട്ട്. അപ്പം സ്ട്രാറ്റജിയിലോട്ട് പോകുന്ന മുമ്പ് നമുക്ക് ഈ ഒരു കസ്റ്റമൈസ്ഡ് ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറഞ്ഞുതരാം. ഈ സെയിം ഇൻഡിക്കേറ്റർ തന്നെയാണ് അതായത് നമ്മുടെ ക്ലാസിക് RSI തന്നെയാണ് താഴത്തുള്ളത്. അതിനെ കുറച്ചുകൂടി ഒന്ന് വിഷ്വലി സിംപ്ലിഫൈ ചെയ്തതേ ഉള്ളൂ ഈ ഇൻഡിക്കേറ്റർ. അതായത് ഈ ലൈൻ താഴത്ത് ടച്ച് ചെയ്യുമ്പോൾ, അത് താഴത്തെ ലൈൻ ക്രോസ് ഓവർ ചെയ്യുമ്പം ഈ ഒരു ബൈ സിഗ്നൽ വരുന്നു. അതുപോലെ തന്നെ മേളത്തെ ലൈൻ ക്രോസ് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് ഈ സെൽ സിഗ്നൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് കാണാൻ കഴിയും. ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ബൈ തുടങ്ങി സെല്ല് വരെയുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഈ സെല്ല് തുടങ്ങി അടുത്ത ബൈ വരെയുള്ളത് റെഡ് സോണാണ്. അങ്ങനെയാണ് ഈ ഒരു സോൺ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ.
അപ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജിയിലോട്ട് കിടക്കാം. അപ്പോൾ ആ സ്ട്രാറ്റജിയിലോട്ട് കിടക്കുന്ന മുമ്പ് നമുക്ക് ഈ ഒരു RSI ഇൻഡിക്കേറ്റർ വേണ്ട. കാരണം നമുക്ക് എന്തായാലും രണ്ടും സെയിം തന്നെയാണ്. കുറച്ചുകൂടി നമുക്ക് വിഷ്വലി നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും എളുപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ബൈ എടുക്കാം എന്ന് നോക്കാം. ആദ്യം ഞാനൊരു ബൈ സിഗ്നൽ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കിട്ടേണ്ടത് ഒരു ബൈ സിഗ്നലാണ്. അപ്പം ഇവിടെ ഒരു ബൈ സിഗ്നൽ കിട്ടി. ഈ ബൈ സിഗ്നൽ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കേസ്, ഇവിടെ ഒരു 200 മൂവിങ് ആവറേജ് പോകുന്നുണ്ട്. ഈ 200 മൂവിങ് ആവറേജ് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് ഏകദേശം 70% അതിൻ്റെ മുകളിലായിരിക്കണം. മുകളിലായിരിക്കുന്ന ശേഷം ഇത് കുറച്ച് രീതി ക്രോസ് ചെയ്ത് താഴത്തോട്ട് ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ ഇത് രണ്ടും ഓക്കെ ആയ ശേഷമാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടൂൾ വേണം. അതിൻ്റെ പേരാണ് ട്രെൻഡ് ആംഗിൾ. അത് നമ്മുടെ ടൂൾ സെക്ഷൻ തന്നെയുണ്ട്. ട്രെൻഡ് ആംഗിൾ എടുക്കുക. ട്രെൻഡ് ആംഗിൾ എടുത്ത ശേഷം അതിന് മുമ്പുള്ള സെല്ലിന് മുമ്പുള്ള ബൈ, അതായത് നമുക്കൊരു ബൈ കിട്ടി, അതിന് മുമ്പ് സെല്ലായിരിക്കണം, അതായത് ട്രെൻഡിൻ്റെ തുടക്കം ഉദ്ദേശിക്കുന്നത് സെല്ലായിരിക്കണം, അതിന് മുമ്പ് ഇരിക്കുന്ന ബൈ. ഈ ബൈ അവസാനം കിട്ടിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഇപ്പം കിട്ടിയ ബൈ വരെ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം 32 ഡിഗ്രി ഒരു ചെരിവുണ്ടെന്ന് നമുക്ക് കിട്ടും ഇവിടെ. അപ്പം നമ്മുടെ ഈ ചെരിവിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% മുകളിലോട്ട് വേണം നമുക്ക് ഈ ഒരു ചെരിവിൻ്റെ ഒരു ഡെപ്ത്ത്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം, ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, പ്രത്യേകിച്ച് ഒരു ട്രെൻഡിൻ്റെ തുടക്കത്തിലാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ട്രേഡ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ അടുത്ത സെല്ലിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബൈ എടുക്കുന്ന എങ്ങനെയെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി എങ്ങനെ ഒരു സെൽ സിഗ്നൽ എടുക്കാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടതൊരു സെൽ സിഗ്നലാണ്. അപ്പോൾ നമുക്ക് സെല്ല് ഇവിടെ കിട്ടി. സെല്ല് കിട്ടുമ്പം നമ്മുടെ റൂൾസ് പ്രകാരം ആദ്യം ഒരു സെൽ സിഗ്നൽ കിട്ടണം. രണ്ടാമത്തെ കേസ് നമുക്ക് ഭൂരിഭാഗം ട്രെൻഡും ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ താഴത്തായിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ റിജക്ഷൻസൊക്കെ ഓക്കെ, പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് മൊത്തത്തിലൊരു ഡൗൺ ട്രെൻഡാണ് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം കിട്ടിയ ശേഷം നമ്മുടെ മെയിൻ ടൂൾ ഉപയോഗിക്കുക, ട്രെൻഡ് ആംഗിൾ. അവസാനം കിട്ടി, അതായത് ഈ സെല്ലിന് മുമ്പുണ്ടായിരുന്ന ബൈ ആയിരിക്കണം അതിന് മുമ്പ്, ബൈ ട്രെൻഡ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന അവസാനത്തെ സെൽ സിഗ്നൽ എടുക്കുക. അവിടുന്ന് ഏകദേശം നമ്മൾ ഈ ഒരു സെൽ സിഗ്നൽ വരെ നമ്മൾ വരയ്ക്കുക. നമുക്ക് ഏകദേശം 16 ഡിഗ്രി കിട്ടും. 10 മുകളിലോട്ടായി കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് എന്താ പറയുന്നത്, നമുക്കൊന്നെങ്കിൽ ഈ ഒരു ബൈ സിഗ്നലിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് പോവാം. അപ്പം ഇതാണ് ഈ ഒരു ട്രെൻഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഉള്ളടക്കം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയുടെ റൂൾസ് പ്രകാരം ഞാൻ ഈ ഒരു ഗോൾഡിൻ്റെ 1 hour ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഈ കാണുന്നതൊക്കെ കഴിഞ്ഞുപോയ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ റൂൾസ് കറക്റ്റാണെങ്കിൽ കിട്ടാവുന്ന ട്രേഡൊക്കെയാണ്. നിങ്ങൾ നോക്കുക ട്രേഡിൽ, അതായത് സെല്ലെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സെല്ല് കിട്ടിയിരിക്കുന്നത് അവസാനത്തെ സെല്ലിൽ നിന്നും ഈ ഒരു സെല്ല് വരെ 49 ഡിഗ്രി ആംഗിളിലൊരു ചെരിവ് വന്നു. ആ ചെരിവിലുള്ള സെല്ല് നമ്മളെടുത്തു. ഭൂരിഭാഗവും സെല്ലും താഴത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ സെല്ലെടുത്തത്. അപ്പോൾ ഈ മാർക്കറ്റ് ഈ ഒരു ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏകദേശം ഇത്ര ഇറങ്ങിയിട്ട് വീണ്ടും ഈ മാർക്കറ്റ് റണ്ണിങ്ങിലാണ്, ഈ ട്രേഡ് റണ്ണിങ്ങിലാണ്. അതുപോലെ തന്നെ അതിന് മുമ്പ് ഒരു സെല്ല് കിട്ടി നമുക്ക്. അപ്പോൾ കണ്ടില്ല, സെല്ല് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അടുത്ത രണ്ടാമത്തെ സെല്ലാണ് ഇത് കിട്ടിയത്. അതും നമ്മൾ ഇതുപോലെ തന്നെ അവസാനത്തെ സെല്ല് കണ്ടത് നോക്കുക, അവസാന സെല്ലിൽ നിന്ന് ഈ സെല്ല് വരെ 24 ഡിഗ്രി ചെരിവിൽ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ ബൈ നോക്കുക, ഇവിടെ കിട്ടിയ ഈ ബൈ ഓരോ എൻട്രിയാണ് ഈ ആരോ ആയിട്ടിട്ടിരിക്കുന്നത്. ഈ ബൈ നോക്കുക, അവസാനത്തെ ബൈയിൽ നിന്നും ഈ ഒരു ബൈ വരെ നമുക്ക് 13 ഡിഗ്രി 10 ഡിഗ്രിക്ക് മുകളിലോട്ട് നമുക്ക് എടുക്കാം. 13 ഡിഗ്രി ചെരിവിൽ നമുക്ക് ട്രേഡ് കിട്ടി. ഇവിടെ നമ്മൾ ഒരു എൻട്രി എടുത്തു, നമുക്ക് അതും കുഴപ്പമില്ലാത്ത പ്രോഫിറ്റിലോട്ട് നമുക്ക് കിട്ടി. പിന്നെ നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് എത്രയാണോ അതിൻ്റെ ഏകദേശം ഒരു റേഷ്യോ വെച്ച് നിങ്ങൾ ഇട്ടിരുന്നാൽ മതി. ഞാനത് എക്സാക്റ്റായിട്ട് പറയുന്നില്ല എന്താണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മളിത് നോക്കുക, അടുത്ത സെല്ല് അത് നമുക്ക് ഓൾമോസ്റ്റ് പിന്നായി. അതിനുശേഷം നമുക്ക് കിട്ടിയ ബൈ നോക്കുക, വീണ്ടും ബൈ കിട്ടി. അപ്പോൾ ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമുക്ക് ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ
ചുമ്മാ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് വിന്നിങ് റേഷ്യോ ഉണ്ടെങ്കിലേ നമ്മൾ അതിനകത്ത് നിന്നിട്ട് കാര്യമുള്ളൂ. റിസ്ക് റിവാർഡ് ഓക്കെ രണ്ടാമത്തെ കേസാണ്. പക്ഷേ റിസ്ക് റിവാർഡ് ഇല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ട്രെൻഡ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ട്രെൻഡിൻ്റെ സൈഡിലോട്ട് നമുക്ക് ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു കാര്യമാണ്. എപ്പോഴും ഓർക്കുക, നമ്മളെപ്പോഴും ട്രെൻഡിൻ്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ട്രെൻഡ് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രെൻഡ് ഒരു സൈഡിലോട്ട് ചെരിയുന്ന സൈഡിലോട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, ഈ ഒരു ട്രേഡ് ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഇതിനകത്ത് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നെ കൂടെ പരമാവധി ഞാൻ പറഞ്ഞ് തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജി ഏതായാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും നമ്മൾ ഏതൊരു ഇതായാലും എക്സ്പീരിയൻസ് ചെയ്യുക. 100% സക്സസ് ആകുന്ന ഒരു സംഭവം ഈ ലോകത്തില്ല. എല്ലാവർക്കും പരാജയം പറ്റും, പ്രോഫിറ്റ് കിട്ടും. അതായത് പരാജയം കുറച്ചും പ്രോഫിറ്റ് അല്ലെങ്കിൽ വിജയത്തെ കൂട്ടിയാണ് നമുക്ക് ഇതിനകത്ത് മുന്നേറാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനത്തെ കണ്ടൻ്റ് ആയിരിക്കും എൻ്റെ ഈ വീഡിയോക്കകത്ത് കൂടുതലുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ട്രേഡിംഗ് വ്യൂവിൽ എൻ്റെ ഒരു അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തും കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കായിട്ട് തന്നെ. അതൊന്ന് നോക്കുക, നല്ല 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 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യകാലത്ത് ചെയ്തിരുന്ന സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. പക്ഷേ നല്ല ആക്യുറസിയാണ്, ഞാൻ നല്ല രീതിയിൽ റിട്ടേൺ എടുത്തിട്ടുള്ളതാണ് ഇതിൽ നിന്നൊക്കെ. അപ്പം എന്താ പറയുന്നത്, ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ ഇട്ടിരിക്കാം. നിങ്ങൾക്കത് ഈസി ആയിട്ട് അപ്പം എടുക്കാൻ കഴിയും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അന്നേരം വരെ ബൈ.